ഒരു ചൊല്ലുണ്ട്, ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യനെ എന്ന്. വേറൊരു ചൊല്ലുണ്ട്, ആശാൻ നിന്ന് പാത്തിക്കഴിഞ്ഞാല് ശിഷ്യന്മാര് നടന്നു പാത്തുവന്നു. മനസ്സിലായില്ലേ? മൂത്രം ഒഴിക്കുമെന്ന് നടന്ന്. മാധ്യമപ്രവർത്തകരടക്കം എല്ലാവരും ക്ഷമിക്കണം, ബഹുമാനപ്പെട്ട MLA ക്ഷമിക്കണം. ഈ പരിപാടി റദ്ദാക്കിയിരിക്കുന്നു. കാരണം ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ അപാകത സംഭവിച്ചിട്ടുണ്ട്. കേരള സർക്കാരിന്റെ കൈനാളിൽ നിന്ന് പണം ചെലവഴിച്ച് 52 വാഹനങ്ങൾ വാങ്ങുകയും അത് കൃത്യമായി ഈ കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിരത്തിയിട്ട് അത് വെച്ച് മനോഹരമായി പ്രകടനം നടത്തണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഉദ്യോഗസ്ഥൻ അതിന് യാതൊരു ഉത്തരവാദിത്വം കാണിച്ചില്ല. മാത്രമല്ല, ഈ ചടങ്ങിലേക്ക് വന്നിരിക്കുന്നത് എന്റെ പാർട്ടിക്കാരും എന്റെ പേഴ്സണൽ സ്റ്റാഫും KSRTCയിലെ ജീവനക്കാരും മാത്രമാണ്. ഒരാളെ പുറത്തുനിന്ന് വിളിക്കുക ഈ പരിപാടിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാത്ത ഉദ്യോഗസ്ഥന്റെ പേരിൽ നാളെ നടപടിയെടുക്കും. ഈ പരിപാടി ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ്. രണ്ട് രീതിയിൽ വാർത്ത വരുന്നുണ്ട്. മന്ത്രി ഗണേഷ് കുമാർ ആളായി ചടങ്ങ് അലങ്കോലമാക്കി ക്യാൻസൽ ചെയ്ത് ഇറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാർ മന്ത്രിയുടെ ഉത്തരവ് അനുസരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കിതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വിവരവും ബോധവും മന്ത്രിക്ക് വേണം. അത്തരത്തിൽ മന്ത്രി വിവേകപൂർവ്വം വിവരപൂർവ്വം പെരുമാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ബാക്കിയുള്ളവർ അവർക്ക് വിവേകമില്ലാതെ പെരുമാറും. ഇവിടെ രണ്ടു കൂട്ടർക്കും വിവരവും വിവേകം ഇല്ലാതായി പോയി. ഇങ്ങനെ അല്ലായിരുന്നു പെരുമാറേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. രണ്ടുപേരുടെ ഭാഗത്തും ഫാൾട്ടേ ഉള്ളൂ. ഞാൻ ഓരോന്നായി നിങ്ങളോടൊന്ന് ചോദിക്കുക, എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചോദിക്കുക. രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കുക. KB ഗണേഷ് കുമാർ ഒരു നല്ല മന്ത്രിയാണ്, കഴിവുള്ള മന്ത്രിയാണ്, പറ്റുന്ന ആളാണ്. കഴുത്തിന് കയറിട്ട് പിടിച്ചേക്കുന്നുണ്ട് മാത്രം ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതവിടെ നിൽക്കട്ടെ, അത് രാഷ്ട്രീയ വിഷയമാണ്. ഇവിടെ MVD വാഹനങ്ങളുടെ ഫ്ലാഗ് ഓഫ്, കുറെ വാഹനങ്ങൾ വാങ്ങി അത് കനകക്കുന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് നിരത്തിയിട്ടിട്ട് അവിടെ കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടണം, കുറെ ലക്ഷങ്ങൾ ചെലവഴിച്ച് അവിടെ ഒരു ഉദ്ഘാടന ചടങ്ങുണ്ടാക്കണം, ഒരു ഫ്ലാഗ് ഓഫ് ചടങ്ങുണ്ടാക്കണം. എന്നിട്ട് ഈ MVD വാഹനങ്ങളെല്ലാം വാളകം കീഴോട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് ദ്യോതിപ്പിക്കുമാറ് അവിടെ നിന്നുകൊണ്ട് ഒരു ഫ്ലാഗ് ഓഫ് ചടങ്ങ് സംഘടിപ്പിക്കണം എന്നാണ് ഉദ്ദേശിച്ചെന്നാണ് എനിക്ക് തോന്നുന്നു. മന്ത്രിയുടെ ഈ ഇത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ജനങ്ങളുടെ നികുതിപ്പണം, ആ ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് കുറച്ച് വാഹനങ്ങൾ വാങ്ങി ആ വാഹനങ്ങൾ സ്വന്തം അക്കൗണ്ടിലേക്ക് മന്ത്രി അനുവദിച്ചു അല്ലെങ്കിൽ മന്ത്രി ചെയ്തു, തന്റെ വകുപ്പിന് കൊടുത്തു എന്ന രീതിയിൽ അവിടെ മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. അങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് വീണ്ടും കുറെ ലക്ഷങ്ങൾ പൊടിക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഒരു പാലം പണിയാൻ 1 കോടി രൂപ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉദ്ഘാടന ചടങ്ങിന് ഒരു 50 ലക്ഷം രൂപ പൊടിക്കും. അതാണ് ഇവിടുത്തെ ഒരു രീതി. ഇവിടെ കുറച്ച് വാഹനങ്ങൾ, കുറെ MVD വാഹനങ്ങൾ വാങ്ങി അത് കനകക്കുന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് നിരത്തിയിട്ട് പിന്നെ അവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യണമെന്ന് മന്ത്രിക്കൊരാഗ്രഹം. പക്ഷെ അവിടെ 2-3 കുഴപ്പങ്ങളുണ്ട്. ആ കൊട്ടാരത്തിന്റെ താഴെ ടൈൽസ് പാകിയിട്ടുണ്ട്, ടൈൽസ് പൊടിയുന്ന ഏത് ഉദ്യോഗസ്ഥൻ പറഞ്ഞെന്ന് മന്ത്രി തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ടൈൽസ് പാകി അവന് കരാറെടുക്കുന്നവരെ പൊക്കണം. അവിടെ മാത്രമല്ല, ആ കരാർ കൊടുത്ത മന്ത്രിയും പൊക്കേണ്ടി വരും. അതൊരു പക്ഷേ സർക്കാരിന്റെ ചെലവിലാണ്, നമ്മുടെയൊക്കെ ചെലവിലാണ് ആ ടൈൽസ് വിരിച്ചതെങ്കിൽ ഗുണമേന്മ ഇല്ലാത്ത രീതിയിൽ വിരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മുറ്റത്ത് സാധാരണ നമ്മുടെയൊക്കെ മുറ്റത്ത് ടൈൽസ് വിരിക്കാറുണ്ട്, അതിൽ വാഹനങ്ങൾ കയറാറുമുണ്ട്. ഏത് വാഹനങ്ങൾ കയറിയാലും ഒന്നും സംഭവിക്കാറില്ല. അതങ്ങനെയാണ്. അപ്പോ അത്രത്തോളം പണം അതിൽ നിന്ന് പുടുങ്ങിയിട്ടുണ്ട്, അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് KB ഗണേഷ് കുമാർ പറയുന്നത് ശരി തന്നെയാണ്. അംഗീകരിക്കണമല്ലോ ചില കാര്യങ്ങൾ. അതുപോട്ടെ, അതല്ല ഞാൻ ഇവിടെ പറയുന്നത്. മന്ത്രി അത്തരത്തിലൊരു ചടങ്ങ് വേണ്ട എന്ന് വെച്ചതിൽ ഞാൻ നിഷേധിക്കുന്നില്ല. മന്ത്രി ചെയ്തതാണ് ശരി. അത് ഫ്ലാഗ് ഓഫ് ചടങ്ങിന്റെ കാര്യത്തിലല്ല. മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ഈ വാഹനങ്ങളെല്ലാം ഇന്ന രീതിയിൽ പ്രതിഷ്ഠിക്കണം, എന്നിട്ട് ഈ രീതിയിൽ ചടങ്ങ് കൊണ്ടുവരണം, കുറച്ച് ആൾക്കാർ വേണം എന്നൊക്കെ. മന്ത്രി അങ്ങനെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ആ നിർദ്ദേശം പാലിക്കേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അതവർ ചെയ്തില്ല എന്നുള്ളത് വസ്തുതയാണ്. കാരണം ആള് വന്നോ ഇല്ലയോ ഒന്നും നോക്കണ്ട. ആളെ വിളിച്ചു കൂട്ടല് ഈ ഉദ്യോഗസ്ഥന്മാരുടെ പണിയല്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായി മന്ത്രി പറഞ്ഞതുപോലെ ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. അവരത് ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഗണേഷ് കുമാർ കൃത്യമായി ആ കാര്യം പറഞ്ഞുകൊണ്ട് വേദി വിട്ടുപോയത്, ചടങ്ങ് റദ്ദാക്കി വേദി വിട്ടുപോയത്. ഇനി ആളെ വിളിച്ചുകൂട്ടി ഫ്ലാഗ് ഓഫ് ചടങ്ങ് നടത്തിയാലേ മോട്ടോർ വാഹന വകുപ്പിന് വാങ്ങി കൊടുത്തിട്ടുള്ള ഈ വാഹനങ്ങൾ ഓടൂ എന്നുണ്ടോ? ഇല്ല. സത്യത്തിൽ ഇത്തരത്തിലുള്ള ഉദ്ഘാടന ചടങ്ങ് തന്നെ അസംബന്ധമാണ്. എത്ര രൂപ ചെലവാണ്. ഇനിയിപ്പോ അടുത്ത ഫ്ലാഗ് ഓഫ് ഉണ്ടാക്കണം, അതുവരെ വണ്ടി യാർഡിൽ കിടന്ന് തുരുമ്പെടുക്കണം, എന്നിട്ട് ഇങ്ങനെ നടക്കുക. ഓരോ പോലീസ് വാഹനങ്ങൾ, പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വാഹനങ്ങളില്ല.
ആ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് മുതൽ അവിടെ ഓടിത്തുടങ്ങണം. അതിനു വേണ്ടിയിട്ടാണ്, അല്ലാതെ ഉദ്ഘാടനം നടത്തുന്നവരെ കാത്തിക്കുന്ന പരിപാടിയല്ല. ഇവിടെ അങ്ങനെയാണ് ഈ കേരളത്തിൽ ഒരുപാട് ചീഞ്ഞ കുറെ രാഷ്ട്രീയ നേതാക്കളും ചീഞ്ഞ കുറെ സംവിധാനങ്ങളും അതിന് പറ്റിയ കുറെ അണികളും വൃത്തികെട്ട ഇവരാണ്, ഈ ജന്മങ്ങളാണ് ഈ നാടിന്റെ ശാപമെന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. ആരെ മാറ്റി വെക്കണ്ട, എല്ലാവരും ഉൾപ്പെടെയാണ് പറയുന്നത്. ഒരു പാലം പണി പൂർത്തിയായി കഴിഞ്ഞാൽ ആ നിമിഷം അങ്ങോട്ട് കൊടുക്കണം. അത് ഞാൻ സ്മരിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്. ആ സുഹൃത്തിന്റെ സാമ്പത്തിക പ്രയാസത്തിൽ ഞാൻ കുറച്ച് ഒരു സഹായം നിങ്ങളോട് ചോദിച്ച ഒരു കേസ് ഞാൻ നിങ്ങൾ ഓർപ്പിക്കുക. അദ്ദേഹം ഒരു കാര്യം ചെയ്യുന്നത് പോലെ ഞാൻ കേരളത്തിൽ വേറെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. ഒരു വീട് ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവരെ വാടകപ്പുരയിലേക്ക് മാറ്റി താമസിക്കും. എന്നിട്ട് അവിടെ വീട് പണി തുടങ്ങും. അവർക്ക് ആവശ്യമായ രീതിയിൽ എത്ര പേരാണോ ഉള്ളത്, അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ വേണം എന്നത് നോക്കി അതിനനുയോജ്യമായ ഒരു വീട്, കുറഞ്ഞ ചെലവിൽ ഒരു വീട്, നല്ല ഉറപ്പും ഭംഗിയുമുള്ള ഒരു വീട് ഉണ്ടാക്കും. അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കും. എന്നിട്ട് ആ പണി എന്നാണോ അവസാനമായി തീരുന്നത് ആ ദിവസം ഇവരോട് അങ്ങോട്ട് വരാൻ പറയും. ആ വീട്ടിലേക്ക്, അവരുടെ വീട്ടിലേക്ക്. അവർ വീട് അതിനു മുമ്പ് വന്ന് കണ്ടിട്ടുണ്ടാവും, പക്ഷെ അന്ന് വരാൻ പറയും. അവിടെ പണിക്കാരന് താക്കോല് കൊടുത്തിട്ടുണ്ടാവും. ആ പണിക്കാരൻ അവസാനം അടിച്ച് തുടച്ച് വൃത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങി കതകും പൂട്ടി ഇവർക്ക് താക്കോലും കൊടുത്തിട്ടെങ്കിൽ പോരും. ഈ വന്നിട്ടുള്ള വീട്ടുടമയ്ക്ക് അറിയില്ല ആരാണ് ഈ വീട് പണിതത്, എത്ര രൂപയ്ക്ക് ചെലവായി, എങ്ങനെയാണ് ഇത് പണിത്, ഒന്നും അറിയില്ല. അയാൾക്ക് പിന്നെ കുടിയിരിക്കൽ നടത്തണമെങ്കിൽ നടത്താം, അല്ലാതെ കയറി താമസിക്കാം. ഇതൊരു ആഘോഷവും ഒന്നുമില്ല. ആരാണ് അത് ഉണ്ടാക്കിയെന്ന് ആരും അറിയില്ല. ശരിക്കും അതുപോലെയാണ് ഇവിടെ സർക്കാരും പെരുമാറേണ്ടത്. ജനങ്ങളുടെ കയ്യിലെ നികുതിപ്പണം, ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതിപ്പണം, ആ നികുതിപ്പണം എടുത്തുകൊണ്ട് ഇവിടെ ഓരോ പ്രവർത്തികൾ ചെയ്യുന്നു. അത് പാലമായാലും റോഡായാലും വാഹനമായാലും മറ്റെന്തായാലും, മന്ത്രിമാരുടെ സൂചിച്ചു പോകുന്ന കിടന്നു പോകുന്ന കാറടക്കമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതടക്കമുള്ള കാര്യം മലന്ന് കിടന്ന് പോകുന്നുണ്ടല്ലോ പാട്ടും കേട്ട്, അതിന്റെ കാര്യം പറയുന്നത്. പിന്നെ അതിന് പോരാഞ്ഞിട്ട് പോകുമ്പോൾ ഒരു 350 വാഹനങ്ങൾ നിരന്നു പോയാലേ മുഖ്യമന്ത്രിക്ക് അടക്കം പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ പോകുന്ന മുഴുവൻ കേസുകളും സർക്കാരിന്റെ ചെലവിൽ പോകുമ്പോൾ, ഒരു റോഡ് പണിഞ്ഞാൽ, ഒരു പാലം പണിഞ്ഞാൽ, ഒരു വാഹനം ഇറക്കിയാൽ എന്തിനാണ് അതിൽ പിന്നെ അനാവശ്യമായി പണം ചെലവഴിക്കുന്നത്? നാട്ടുകാരുടെ പണം കൊണ്ട് നാട്ടുകാരുടെ പ്രതിനിധി വാങ്ങുമ്പോൾ പിന്നെ നാട്ടുകാരെ വിളിച്ചുവിട്ട് ഉദ്ഘാടനം നടത്തി അതിന് കുറെ ലക്ഷങ്ങൾ പൊടിക്കേണ്ട ആവശ്യമുണ്ടോ? മോട്ടോർ വാഹന വകുപ്പിൽ കുറെ വാഹനങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ആ എത്തിയ വാഹനങ്ങൾ എത്തുന്ന അന്ന് തന്നെ എല്ലാവർക്കും മാർക്ക് വെച്ച് വിധിച്ചം കൊടുക്കുക, വണ്ടിയും ഓടി തുടങ്ങുക. അതിന് പിന്നെ ഒരു ചടങ്ങിന്റെ ആവശ്യമൊന്നുമില്ല, ഒരു ഉദ്ഘാടന ചടങ്ങിന്റെ ആവശ്യമില്ല. അത്തരം ഉദ്ഘാടന ചടങ്ങുകൾ സർക്കാർ തലത്തിൽ ഉദ്ഘാടന ചടങ്ങുകൾ വേണ്ടാന്ന് വെക്കണം, നിഷേധിക്കണം, നിരോധിക്കണം. ആരെങ്കിലും ഇത് സംബന്ധിച്ച് കോടതിയിലൊന്ന് പോകണം. ഉദ്ഘാടനം നടത്തിയാലേ പറ്റുന്നുണ്ടോ? ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. ലോകത്ത് മറ്റെവിടെയും ഇത്തരത്തിൽ ഉദ്ഘാടന ചടങ്ങൊന്നുമില്ല, ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെയെങ്കിലും ഒരു റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ റോഡങ്ങ് പോകും. ഇനി ഒരു പക്ഷേ ഒരു നിയമസഭാ മന്ദിരമോ ഇനി അതല്ലെങ്കിൽ പാർലമെന്റ് മന്ദിരമോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വേണമെങ്കിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ആഘോഷമാക്കി ഒരു ഉദ്ഘാടനം നടത്താം. അതുപോലെയാണോ ഒരു മോട്ടോർ വാഹന വകുപ്പിൽ കുറച്ച് വണ്ടികൾ വാങ്ങുമ്പോൾ, ഒരു റോഡ് ഉണ്ടാക്കുമ്പോൾ, ഒരു പാലം ഉണ്ടാക്കുമ്പോഴൊക്കെ? ആഡംബരമാണ്, അനാവശ്യമാണ് ഇത്തരം ചെലവുകളും ഇത്തരത്തിലുള്ള വിവാദങ്ങളും ഒക്കെ അനാവശ്യമാണ്. ഇവിടെ ഞാൻ തെറ്റ് കാണുന്ന, ഉദ്യോഗസ്ഥന്മാർ തെറ്റ് കാണുന്നത്, മന്ത്രി ഒരു നിർദ്ദേശം കൊടുത്തപ്പോൾ ആ നിർദ്ദേശം അവിടെ പാലിക്കാൻ കഴിയില്ല എന്നും അവിടെ ചില അസൗകര്യങ്ങൾ ഉണ്ട് എന്നും അതുകൊണ്ട് മറ്റു പ്ലേസിലേക്ക് മാറ്റണമെന്ന് ആ മന്ത്രിയെ ധരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അതല്ല, മന്ത്രിക്ക് അവിടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ വാഹനം കയറ്റാൻ പറ്റില്ല എന്നും വാഹനം ഇങ്ങനെ പുറത്തിടാനേ പറ്റൂ, ഇതാണ് അവിടുത്തെ ഒരു നിലപാട് എന്ന് അന്ന് പറയണമായിരുന്നു. അതല്ലാതെ ഉദ്ഘാടന ചടങ്ങിന് മന്ത്രി എത്തുമ്പോൾ അപ്പോഴല്ല അത് പറയേണ്ടത്. അതുകൊണ്ടാണ് ആ ഭാഗത്ത് മന്ത്രി ഗണേഷ് കുമാറാണ് ശരി എന്ന് ഞാൻ പറയുന്നത്. അതേസമയം ഇത്തരത്തിലുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് വച്ചതിനെ വെച്ച് നോക്കുമ്പോൾ ഗണേഷ് കുമാർ കാണിച്ചത് ആന പൊട്ടത്തരമാണ്. ഞാൻ അതിനോട് ഒരു തരത്തിലും യോജിക്കുന്നില്ല. കാര്യം ഇത്തരത്തിലുള്ള ഉദ്ഘാടന മാമാങ്കത്തിന്റെ നാടകങ്ങളുടെ ആവശ്യമില്ല. അത് തന്നെയാണ് അതിന്റെ കാരണം. നാട്ടുകാരുടെ പണം കൊണ്ട്, എന്റെയും നിങ്ങളുടെ പണം കൊണ്ട്, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ അധ്വാനിക്കുന്ന പണം എടുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയിട്ട് അതൊക്കെ നമ്മളാണ് ചെയ്തത് എന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുത്താൻ വേണ്ടി ഓരോ ഉദ്ഘാടന മാമാങ്കം വെച്ചിട്ട് ഈ കളിക്കുന്നതിനെ എന്തുകൊണ്ടാണ് ജനം ഇതുവരെ തിരിച്ചറിഞ്ഞ് എതിർക്കാത്തത് എന്നാണ് എന്റെ ഒരു സംശയം. Different angles. Don't forget to subscribe and support this channel.